ലാൻഡ് ക്രൂയിസർ സംഗതി ടൊയോട്ടോ നിർമ്മിച്ചതിൽ വെച്ച് അല്ല ടൊയോട്ടോയുടെ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് സീരീസ് മോഡൽ ഏതാണെന്ന് വെച്ചാൽ അതിലൊറ്റ പേരേ ഉള്ളൂ, അതാണ് ലാൻഡ് ക്രൂയിസർ എന്ന് പറയുന്നത്. സംഗതി കഥ നടക്കുന്നത് 1941കളിലാണ്. വില്ലിസ് എംപി വിലയിരുത്തുന്നതിനും പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ജപ്പാനിലേക്ക് അയച്ചു. പിന്നീട് ജാപ്പനീസ് മിലിറ്ററി അതോറിറ്റീസ് ഇതിന് സമാനമായ ഒരു വാഹനം നിർമ്മിക്കാൻ ശ്രമിച്ചു. അതിന് ജാപ്പനീസ് ഗവൺമെന്റ് ലൈറ്റ് ട്രക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായി ടൊയോട്ടോയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ടൊയോട്ടോ 1951 അവരുടെ പുതിയ വാഹനം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി മൗണ്ട് ഫ്യൂജി കൊണ്ടുപോയിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ച് മലയുടെ മണ്ടയിൽ കയറിയിരുന്നു. ഇത് ടൊയോട്ടോയുടെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. ഇത് വലിയൊരു വിജയകരമായിരുന്നു നേടിയിരുന്നത്. വാഹന ചരിത്രത്തിൽ എന്നേക്കുമായി അതിന്റെ സ്ഥാനം ഉറപ്പിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പർവ്വതത്തിന്റെ മുകളിൽ എത്തുന്ന ആദ്യ വാഹനമായി ലാൻഡ് ക്രൂയിസർ മാറിയിരുന്നു. അങ്ങനെ 1951കളിലായിരുന്നു ലാൻഡ് ക്രൂയിസറിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ തുടങ്ങിയിരുന്നത്. ഇത് 3 സീരീസുകളിലായിരുന്നു വകഭേദം ചെയ്തിരുന്നത്. ഹെവി ഡ്യൂട്ടി സീരീസ്, ലൈറ്റ് ഡ്യൂട്ടി സീരീസ്, അത്